ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് കൂടി ചേരുന്നുണ്ട്. നമസ്കാരം സർ. ഈ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. കത്രികയാണ് കിട്ടിയിരിക്കുന്നത് അൻവറിന്. നേരത്തെ നമ്മൾ സംസാരിക്കുകയായിരുന്നു, ഈ കത്രിക പൂട്ട് അത് ആർക്കാണ് ഈ കത്രികയുടെ വെട്ടുകൊള്ളുക എന്നതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിൽ അങ്ങനെ ഒരു ഭയമുണ്ടോ CPM-ന്, അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഭയക്കേണ്ട ഒരു സാഹചര്യം ഈ അൻവർ എഫക്റ്റിൽ ഉണ്ടോ? അൻവർ എഫക്ട് എന്ന് പറഞ്ഞൊരു എഫക്ട് നിലമ്പൂരിലില്ല. അൻവറിനെ നിങ്ങൾ മാധ്യമങ്ങൾ അൻവറിനെ എന്താ പറയാ, ഒരു തലോടലൊക്കെ നൽകി വാർത്തകൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന ഒരു കഥാപാത്രമല്ലാണ്ട് അൻവർ നിലമ്പൂരിൽ ഒരു ഫാക്ടറിയല്ല. അവിടെ ശരിക്കും മത്സരം LDF UDF തമ്മിലാണ്. BJP പോലും കളത്തിലില്ല. അത് ആരും അറിയപ്പെടാത്ത എവിടുന്ന് കൊണ്ടുവന്ന ഒരു സ്ഥാനാർത്ഥി, അപ്രസക്തമായ സ്ഥാനാർത്ഥിയാണ്. അതൊരു കോലീപി സഖ്യത്തിന്റെ ലക്ഷണമാണ് അവിടെ കാണുന്നത്. അവിടെ വിധി ഇനിയിപ്പോ വോട്ടെടുപ്പിന്റെ താമസം മാത്രമല്ല. വിധി ഏതാണെന്ന് നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അവിടെ LDF സ്ഥാനാർത്ഥി ജയിക്കും. ആ സ്വരാജിനെതിരെ അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന്റെ സാങ്കത്യം എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാകത്തില്ല. അവരത് ചെയ്യത്തില്ല. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, വികസനത്തിനെതിരെയുള്ള ശക്തമായ നിലപാടുകൾ, ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹത്തിൽ വലിയൊരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവിടെ പ്രതിഫലിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വന്യമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമേഖലയും വനത്തോടനുബന്ധിച്ച് ജീവിക്കുന്ന ജനങ്ങളുള്ള ഏറ്റവും വലിയ ഒരു നിയോജകമണ്ഡലത്തിൽ ഒന്ന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു നിലമ്പൂർ തന്നെ ഒന്നാം സ്ഥാനത്ത്. അത് നിലമ്പൂരാ. 2011 മുതൽ 2016 വരെ BD സതീശന്റെ നേതൃത്വത്തിൽ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ 1 കിലോമീറ്റർ ബഫർ സോൺ വേണമെന്നുള്ള അവരുടെ റിപ്പോർട്ടിൽ നിന്നും 9 കിലോമീറ്റർ ആയിട്ട് അത് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹരിത MLA-മാരുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ കേരളത്തിലെ നിയമസഭയിലും കേരളത്തിൽ നടത്തിയ പ്രക്ഷോഭങ്ങളും ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ അവർക്കെതിരെ എങ്ങനെയാണ് ഇതിന്റെ തിക്താനുഭവങ്ങളെ എല്ലാ ദിവസവും അനുഭവിക്കുന്ന നിലമ്പൂരിലെ വോട്ടർമാർ വോട്ട് ചെയ്യുക? തന്നെയുമല്ല, ഈ നിയമം കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരാണ്. 1971 കേന്ദ്രം ഭരിച്ചു നിന്ന കോൺഗ്രസ് സർക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നിലമ്പൂരിലെ വോട്ടർമാർ ഇവരെ തിരസ്കരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല, ഒരു സംശയമില്ല കാര്യത്തിൽ. പിന്നെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനെ പോലും കൈക്കൂലി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ 65 ലക്ഷം വരുന്ന പാവപ്പെട്ട ജനങ്ങളെ ആക്ഷേപിച്ച ഒരു കോൺഗ്രസ് നേതാവ്. ഇതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശമാണ്. ആ ക്ഷേമ പെൻഷൻ അവകാശം സർക്കാർ ഇവര് 18 മാസം 600 രൂപ വെച്ച് പോലും കൊടുക്കാതിരുന്നപ്പോൾ 1200 രൂപയായി കൊടുക്കുന്നതിനെ കൈക്കൂലി കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിനെ, തികച്ചും സാധാരണക്കാരായ ജനസമൂഹത്തിനെ ആക്ഷേപിച്ച് വിശപ്പെന്താണെന്ന് പോലും അറിയാൻ പറ്റുന്ന ഇത്ര നേതാക്കന്മാര് എതിരെയുള്ള ശക്തമായൊരു ജനവിധി അവിടെ പ്രതിഫലിക്കുന്നുള്ള കാര്യത്തിൽ എനിക്കൊന്നും ആ കാര്യത്തിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്ന് പറയുന്നത് സ്വരാജ് എന്ന് പറഞ്ഞ പ്രഗത്ഭനായ കേരളത്തിന്റെ തന്നെ ഒരു പൊതുശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്വരാജിന്റെ ജന്മനാടാണ്. അദ്ദേഹത്തിനെ അവിടെ നിന്ന് പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർ ഒരിക്കലും അതിനെ അനുവദിക്കത്തില്ല. കാരണം കേരളത്തിന്റെ അഭിമാനമായി വളർന്നുകൊണ്ടിരിക്കുന്ന സ്വരാജിനെ പോലുള്ള ഒരു സഖാവിനെ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി. അവരതുകൊണ്ട് കൈമേയി മറന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യും. ഈ അനുകൂല ഘടകങ്ങളുള്ള നിയോജകമണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഈ സമീപകാലത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിലമ്പൂർ നിവാസികളടുത്ത് ഈ കോൺഗ്രസിന്റെ വിരുദ്ധമായ പ്രസ്താവനകളും അതുപോലെ തന്നെ ഈ നേരത്തെ ഈ ക്ഷേമ പെൻഷൻ കൈക്കൂലി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിച്ചത് അഭിമാനബോധത്തിലല്ലേ. ഈ 1600 പ്രാവശ്യം ചികിത്സയ്ക്കും ഭക്ഷണത്തിനൊക്കെ ആയിട്ട് ചെറിയൊരു എന്താ പറയാ, ജനങ്ങളുടെ അവകാശമായ ഒരു തുക കൊടുക്കുമ്പോൾ അതിനെ കൈക്കൂലി കൊടുക്കുന്നു പറഞ്ഞാൽ കൈക്കൂലി മേടിച്ച് വോട്ട് ചെയ്യുന്നവരാണ് മലയാളികൾ. അതും ഈ പാവങ്ങള്. എത്ര മോശമായ ഒരു കമന്റാണ് ഈ വേണുഗോപാൽ പറഞ്ഞത്. അതൊക്കെ പ്രതിഫലിക്കും അവിടെ. അതിനൊക്കെ ഉപരിയായിട്ട് വികസനത്തിന് വേണ്ടി 9 വർഷം കൊണ്ട് കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു സർക്കാരിനെ, ആ സർക്കാരിന്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങള് പ്രത്യേകിച്ച് നിലമ്പൂരിലെ ജനങ്ങൾ തിരസ്കരിക്കത്തില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അപ്പൊ ഇതുപോലുള്ള കാര്യകാരണങ്ങൾ കൊണ്ട് തന്നെ അവിടുത്തെ ജനവിധി ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം. ഏതാണ്ട് നല്ല 100% ഉറപ്പിക്കാം. മഹാഭൂരിപക്ഷം എത്രയുണ്ടെന്ന് ഒരു 35,000-40,000 കടന്നാൽ പോലും അത്ഭുതം. ഒരുപക്ഷെ അതിൽ കൂടുതൽ കേരളത്തിലെ ഇതുവരെയുള്ള റെക്കോർഡ് എന്ന് പറയുന്നത് ഷൈലജ ടീച്ചറിന്റെ 62,000 വോട്ട്. ഇനി അതിനെ മറികടന്നാൽ പോലും അത്ഭുതമില്ല. കാരണം നിലമ്പൂരിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളെല്ലാം അവിടെയാണ്. പിന്നെ ഈ വേർക്കാതെ കൊണ്ട് കഷ്ടപ്പെടാതെ കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മാത്രം വന്ന് പ്രത്യക്ഷപ്പെടുന്ന കുറെ ആളുകളുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. അവരെല്ലാം അവിടെ ചെല്ലുമ്പോൾ കഠിനാധ്വാനികളായ മലയോര പ്രദേശത്തെ ജനങ്ങളായ അവർക്ക് അത് കാണുമ്പോഴുള്ള ഒരു വിരക്തി, അത് കാരണം ഇവരുടെ പ്രവർത്തനങ്ങളും ഇവരുടെ വാക്കുകളുമാണ്. അല്ലാതെ മനുഷ്യനെ കാണുന്നതിനൊന്നും പുതുമുള്ളതൊന്നുമല്ല നിലമ്പൂർ. ഞാൻ നിലമ്പൂർ ദിനം പതിവായി യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതൊക്കെ ഇവിടെ പ്രതിഫലിക്കും. ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ ധാർഷ്ട്യം, അദ്ദേഹത്തിന്റെ അഹങ്കാരം, ആ അഹങ്കാരത്തിലുള്ള സംസാരങ്ങള്, അതുപോലെ മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാക്കളായ സാദിഖലി ശിഹാബ്ദങ്ങളെയും
പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള കേരളം ആദരിക്കുന്നത് അവരുടെ മുന്നണിയിലെ രണ്ടാം കക്ഷിയുടെ നേതാക്കളെ അവരുടെ വാക്കുകൾക്ക് പുല്ലിന്റെ വില പോലും കൽപ്പിക്കാതെ ധിക്കരിച്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടുള്ളൊരു എതിർപ്പും ആ മണ്ഡലത്തിൽ ശക്തമാണ്. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് ആ കുടുംബം മൊത്തം ചരിത്രത്തിലാദ്യമായിട്ട് വിട്ടുനിന്നത്. ചരിത്രത്തിലാദ്യമായിട്ട് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ UDF പരിപാടിയിൽ ഇനി കൺവെൻഷൻ അല്ലെങ്കിൽ പോലും വിട്ടുനിൽക്കുന്ന അത് ചരിത്രത്തിലാദ്യമാണ്. അതിന്റെ കാരണം എന്തുകൊണ്ടാണ്? മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് തന്നെ UDF സംവിധാനത്തിനോട് അതൃപ്തിയായി. UDF തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് തങ്ങളുടെ രാഷ്ട്രീയ ഭാവി അസ്തമിക്കുമെന്ന് ജനങ്ങൾ വെറുക്കുമെന്ന് മനസ്സിലായ ലീഗിന്റെ ഒരു പിടി നേതാക്കന്മാരും പ്രവർത്തകരും അവരുടെ മനസ്സിന്റെ വികാരങ്ങൾ വോട്ടെടുപ്പിലൂടെ പ്രതികരിക്കും. അതുകൊണ്ട് ആര്യാ ഷൗക്കത്തിന്റെ പതനം ധൈര്യമായിരിക്കും, ഒരു തർക്കമില്ല കാര്യത്തിൽ. പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് വിഷയത്തിൽ ഒന്നിച്ച് കവളപ്പാറ ദുരന്തത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കവളപ്പാറ ദുരന്തത്തിൽ ഈ സർക്കാരും LDF പ്രവർത്തനം ചെയ്ത സേവനങ്ങൾ അക്കമിട്ട് അവിടുത്തെ ആളുകൾ നിരത്തും. അതുകൊണ്ട് ഈ പറയുന്ന ഈ വന്യജീവിയുടെ വിഷയങ്ങളിൽ BD സതീശനും കോൺഗ്രസ് കൊടുത്ത നിലപാടുകളിൽ അവിടെ പ്രതിഫലിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് നിസ്തർക്കം പറയാം, നിശ്ചയമായിട്ടും അവിടെ LDF സ്ഥാനാർത്ഥി മഹാഭൂരിപക്ഷത്തിൽ ജയിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. സർ, ഈ മലപ്പുറത്തെ അപമാനിക്കുന്ന കാര്യത്തിൽ CPM-ഉം സംഘപരിവാറും ഒരേ ദിശയിലാണെന്ന ആരോപണവും ഉയരുന്നുണ്ടല്ലോ. ഈ മുഖ്യമന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അത്തരത്തിൽ മലപ്പുറത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷേമ പെൻഷൻ വിവാദത്തിനൊപ്പം തന്നെ UDF അത് ഏറ്റവും കൂടുതൽ ഉയർത്തി കാട്ടുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞ UDF-ന്റെ അപക്വമായ ഇത്തരം നിലപാടുകൾ അവർക്ക് അവരുടെ ഭൂരിപക്ഷം ദയനീയമായി ഇതിൽ കുറയ്ക്കും. അതായത് പരാജയപ്പെടുന്ന ഭൂരിപക്ഷം. മുഖ്യമന്ത്രി അങ്ങനെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അത്ര ഒരു വാക്ക് പോലും അവർക്ക് അതായത് പറഞ്ഞ പച്ച നുണകൾ പറഞ്ഞ് വർഗീയതയും ഒരു ജില്ലയിലെയും ആക്ഷേപിക്കാൻ ഇവർ ശ്രമിക്കുന്നത് തന്നെ അവർക്ക് തിരിച്ചടിയാണ്. ആ ജില്ല ഉണ്ടായത് തന്നെ EMS സംഭരിപ്പാടിന്റെ കാലത്താണ്. അന്ന് കോൺഗ്രസിന്റെ ആര്യാടൻ മുഹമ്മദും അതുപോലെയുള്ളവരും ആ തീരുമാനത്തിനെതിരെ നിന്നവരാണ്. മലപ്പുറത്തെ കുറിച്ച് മുഖ്യമന്ത്രി എന്ത് വാക്കാ പറഞ്ഞത്? മുഖ്യമന്ത്രി അവരെ പറഞ്ഞതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഇത് കേൾക്കുന്ന ജനങ്ങളില്ലേ? മുഖ്യമന്ത്രിയുടെ പറഞ്ഞ പ്രസംഗം ഇപ്പോഴും ലൈവിലുണ്ടല്ലോ, മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലും സ്വാമിക മാധ്യമങ്ങളിലും നിഴലിക്കുന്നില്ലേ? അപ്പൊ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞ കേരളത്തിന്റെ ആരാധനായി മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വളച്ചൊടിച്ചോട് ഇങ്ങനെ പറയുന്നതിനുള്ള ശിക്ഷ നിലവിലെ ജനങ്ങൾ ഇവർക്ക് കൊടുക്കും. ഇവർ തൊടുന്നതെല്ലാം, കാരണം എനിക്ക് തോന്നുന്നു വിഭ്രാന്തിയിലായ UDF നേതാക്കന്മാര് തൊടുന്നതെല്ലാം നെഗറ്റീവായി വരുവാണ്, ജനവിരുദ്ധമായ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി ആക്ഷേപിച്ചെന്നൊക്കെ പറഞ്ഞ പച്ച കള്ളം പറയുന്ന ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തുകൂടിയായിരിക്കും നിലമ്പൂര് ജൂൺ 19 കാഴ്ചവെക്കുന്നത്. ശരി സാർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും നിലമ്പൂരിൽ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. അൻവർ മത്സരിക്കുന്നുണ്ട്, സ്വതന്ത്രനായാണ് PV അൻവർ മത്സരിക്കുന്നത്.